അസ്സലാമു അലൈക്കും. അക്ഷരപ്പുലരിയുടെ മറ്റൊരു നല്ല എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയൊരു അനുഭവം വെച്ച് തുടങ്ങാം. ആക്ച്വലി ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നത്, പുസ്തകത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത് ആദ്യമൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിറിജ എന്ന് പറഞ്ഞിട്ടുള്ള. അവളൊരു എന്താ പറയുക, ഒരു 5-10 കിലോമീറ്റർ ദൂരെയൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ. പക്ഷെ അവളുടെ വീട്ടിൽ പോയി വീക്കിൽ എല്ലാ സൺഡേസും പോയി അവളെ വീട്ടിൽ ഒരുപാട് എന്താ പറയുക, ഒരു റൂം നിറച്ചും ബാലരമ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ ഞാനും അനിയത്തിയും പോയി ഒരു വലിയ ക്യാരി ബാഗിൽ ആ ബുക്ക് എടുത്തിട്ട് വരും. എന്നിട്ട് വായിച്ച് അതിൻ്റെ അടുത്ത സൺഡേയോ അല്ലെ അതിൻ്റെ അടുത്ത സൺഡേയോ തിരിച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ് വായന കുറച്ചും കൂടി, മലയാളം വായന. ആക്ച്വലി എനിക്ക് മലയാളം അറിയാത്ത, വായനയും എഴുത്തും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ മലയാളത്തിനോടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ വായിച്ച് ആ ബുക്കിൻ്റെ വായന ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാലരമ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡൈജസ്റ്റീവ് അങ്ങനത്തെ ബുക്കുകളൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങി അങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജിലെത്തിയപ്പോൾ ഞാൻ എന്നെ വായനയിലേക്ക് ശരിക്കും തള്ളിവിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഇന്ന് ഞാനത് പറയാൻ കാരണം എന്നെ വായനയിലേക്ക് തള്ളിവിട്ട ആ പുസ്തകത്തിൻ്റെ പേരും ഞാൻ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരും കോയിൻസിഡൻസ്ലി അത് രണ്ടും ഒന്നാണ്. പക്ഷേ രണ്ടും രണ്ട് തീമിലുള്ള പുസ്തകമാണ്, രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളാണ്. പക്ഷേ എനിക്ക് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അറിയാതെ ആ പുസ്തകത്തിന്, കാരണം ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു പുസ്തകമാണത്. കാരണം 9:30 മണിക്ക് കോളേജിൽ അന്ന് തുറന്നപ്പോൾ ഫസ്റ്റ് അവർ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചപ്പം ഞാൻ ലൈബ്രറിയിൽ കയറി. 9:30 കറക്റ്റ് തുറക്കുന്ന സമയത്ത് വേണുമാഷൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല, രാവിലെ തന്നെ ലൈബ്രറിയിലാണല്ലോ. ഞാൻ ഇന്ന് ഫസ്റ്റ് അവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ കയറി ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പുസ്തകമാണ്. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ലൈബ്രറിയിലെ വേണു സാർ പറഞ്ഞു, ഇതൊന്ന് വായിച്ച് നോക്കൂ, നല്ല പുസ്തകമാണ്, നല്ല ഒഴുക്കിൽ പോകുന്നൊരു പുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ അവിടുന്ന് കുഞ്ഞു കുഞ്ഞ് ബഷീറിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് കോളേജിൻ്റെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടെയുള്ള മരത്തിൻ്റെ താഴെ ഇരുന്ന് ഫസ്റ്റ് അവർ ഏകദേശം ഒരു 10 മണിക്ക് തുടങ്ങിയതാണ് ആ പുസ്തകം. 4:30 മണി വരെ, അന്ന് സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ്സിലും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ ഇല്ലായിരുന്നു, ബാക്കി സബുള്ള ഒരു ക്ലാസ്സിലും ഞാൻ കയറാതെ ആ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഫുഡ് കഴിക്കാൻ പോലും പോവാതെ ഇരുന്ന് വായിച്ച് തീർത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തൊരു പുസ്തകമാണ്. കാരണം വായന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വായന എത്രത്തോളം എന്നെ വായനയിലേക്ക് വലിച്ചിട്ടൊരു പുസ്തകമായിരുന്നു അത്. ആ പുസ്തകത്തിൻ്റെ പേര് മനസ്സറിയാതെ എന്നാണ്. സയന, പണ്ട് മാതൃഭൂമിയിൽ ഒരു പെന്നേമിൽ എഴുതിക്കൊണ്ടിരുന്ന സയന എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പുസ്തകമാണ്. ഇന്ന് ഞാൻ ഒരുപാട് വായനയിലേക്കൊക്കെ വന്നതിന് ശേഷം ഞാൻ ആ പുസ്തകം ഒരുപാട് നോക്കി. പക്ഷേ അതിൻ്റെ പ്രിൻറ്റിങ് അവർ നിർത്തി എന്നറിയപ്പെട്ടു. ഒരുപാട് 80s ഉള്ള ആൾക്കാരുടെ അടുത്ത് ആ പുസ്തകം ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്നും കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ ആ വായിച്ച പുസ്തകം എൻ്റെ ഹൃദയത്തിന് അത്രത്തോളം അടുത്ത് ചേർത്ത് വെച്ചൊരു പുസ്തകമായിരുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുസ്തകവും അതേ നാമത്തിലുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്ന പ്രമേയം ആരെയും കുറിച്ചിട്ടല്ല, ഇതിൽ പറഞ്ഞു പോകുന്ന വിഷയം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഞാൻ ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞ് ഈ കഥാകാരി എഴുതിയിരിക്കുന്ന വിഷയം വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ജോലി സാധ്യതയിലും അതിന് കണക്ട് ചെയ്ത് വരുന്ന ഒരു പ്രശ്നങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ് ഈ പുസ്തകം. ഇത് ഞാൻ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. കാരണം ഈ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സമ്മറി പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അനിഷ്ടം തോന്നാം. കാരണം ഇത് എഴുതിയ കഥാകാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും ഇത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സത്യം പറഞ്ഞാൽ 1000 കോപ്പി വിറ്റ് തീർന്നൊരു പുസ്തകം ഞാൻ എന്നെപ്പോലത്തെ ഒരു ഹാർഡ് റീഡറായ ഒരാൾ അറിഞ്ഞിട്ട് പോലുമില്ല. മേ ബി അത് നാട്ടിലൊരു സാധാരണ ഒരു പബ്ലിക്കേഷൻസിൽ പബ്ലിഷ് ചെയ്തത് കൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. പക്ഷേ അത്രത്തോളം എല്ലാവരും ഒരിക്കലെങ്കിലും വായിക്കണം എന്ന് തോന്നിയിട്ടുള്ളൊരു പുസ്തകമാണിത്. കാരണം മെയിനായിട്ട് പറയാൻ കാരണം ഇതിൽ വന്നിട്ടുള്ള പ്രമേയം ഞാനടക്കം അടങ്ങുന്ന സ്ത്രീ സമൂഹത്തെ
ഒരു 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 കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ വിമർശിക്കുകയാണെന്ന് തോന്നും. പക്ഷെ അതല്ല, സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ബുക്കിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് മനസ്സിലാവുക. ഇത് എന്തുകൊണ്ടാണ് കഥാകാരി ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതിയതെന്ന് നമുക്ക് ആ സമയത്ത് വായിച്ച അവസാനം എത്തുമ്പോൾ, ഇതിൻ്റെ അവസാന വരിയും ഈ പുസ്തകത്തിൻ്റെ പേരും ഒരുപോലെ കൂട്ടി മുട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ ഒരു സാരമെന്ന്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് മനസ്സറിയാതെ, ശ്രീല ശ്രീ എന്ന ഒരു യു കെയിൽ താമസിക്കുന്ന ഒരു എഴുത്തുകാരി എഴുതിയ ഒരു പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ അക്ഷരപുലരിയിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു, ആൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് എനിക്ക് കമൻറ്റ്, യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടിരുന്നു. രണ്ടാമത്തെ വീഡിയോ ഓർമ്മപ്പച്ച എന്ന ബുക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ആളൊരു റിക്വസ്റ്റായിട്ട് വന്നിരുന്നു, ഞാൻ യു കെയിലാണുള്ളത്, എൻ്റെ ഒരു ബുക്കുണ്ട്, അതുകൂടി ഇങ്ങനെ വായിക്കോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾ അത് എത്തിച്ചേരാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഈ ബുക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ ബാക്ക് സ്റ്റോറി അതാണ്. നിങ്ങൾക്ക് പലർക്കും അക്ഷരപുലരിയുടെ ഓർമ്മപ്പച്ച എന്ന എപ്പിസോഡിലെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും, ആൾ ഡയറക്റ്റ് കമൻറ്റിൽ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ പുസ്തകം എൻ്റെ കയ്യിൽ എത്തപ്പെടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും കംഫർട്ടായിട്ട് വായിക്കാൻ ഈസി ആയിട്ടുള്ളതും ഫീൽ ഗുഡ് ബുക്സാണ്. ഇത് അങ്ങനെ ഒരു ബുക്കും കൂടിയാണ്. ഈ ബുക്കിൻ്റെ ഉള്ളടക്കം ഒരുപാട് പേരെ വിഷമിപ്പിച്ചേക്കാം. ഇങ്ങനെയാണോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തർക്കിച്ച് പറഞ്ഞേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, ഒരു തരം വ്യക്തികളെയോ അല്ലെങ്കിൽ ആ ഒരു തരം ജോലിയെയോ അല്ലെങ്കിൽ ഒരു തരം സൊസൈറ്റിയെയോ ആ നാടിനെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതും കഥാകാരി എഴുതി വെച്ചിരിക്കുന്നതും. ആളുടെ ഉള്ളിലെ ഒരു മോട്ടീവ് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അത്രയും ചെറിയൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്ത ഒരു ചെറിയ ത്രെഡിൽ നിന്നും കഥ കൊണ്ടുപോയ ഒരു രീതി. നമ്മുടെ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഫിലിമിൽ കുഞ്ചാക്കോവൻ പറയുന്ന പോലെ, അവരുടെ വഴക്കിനിടയിൽ വന്ന ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ആ മകൾ ഒരു ക്വസ്റ്റ്യനായി പ്രസിഡൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തപ്പം അതിനവൾക്ക് ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെയിം ലൈക്ക് ദാറ്റ് ഒരു റിയൽ ഇൻസിഡൻറ്റ്, ഒരു അന്യദേശത്ത് നടക്കുന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ ത്രെഡ് വെച്ച് ഇത്രയും ഭംഗിയായിട്ട് ഈ ബുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച എഴുത്ത് തന്നെയാണ് ഇതെന്ന് ഞാൻ പറയും. അപ്പം നമുക്ക് ബുക്കിലേക്ക് പോകാം. ഈ ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എപ്പോഴും സ്ത്രീ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ കണ്ണീരും കിനാവും അല്ലെങ്കിൽ അവരുടെ വേദന, അവരുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും. എന്നാൽ ഈ ബുക്ക് തികച്ചും ഒരു പുരുഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു സ്ത്രീ എഴുതിയ ബുക്ക് ഒരു പുരുഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അതാണ് എന്നെ ഈ ബുക്കിൽ ഏറ്റവും അതിശയിപ്പിച്ചത്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ശ്രീല ശ്രീ. ആളിപ്പോൾ യു കെയിലാണ് താമസിക്കുന്നത്. ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. ആളുടെ മറ്റ് ബുക്കുകൾ പെരിയാറിൻ്റെ തീരത്ത് എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. ഹിമവഴിയിലെ അക്ഷരങ്ങൾ എന്ന കവിത എഴുതിയിട്ടുണ്ട്. ആളുടെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അസാമാന്യമായ എഴുത്താണ്. കാരണം ഒരുപാട് കാവിത്യമോ അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ കാവ്യമോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. നമുക്ക് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച് പോകാൻ പറ്റുന്ന ഒരു എഴുത്താണ് ആളുടേത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കഥ നടക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി, ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് കഥ നടക്കുന്നത്. കഥയുടെ ആദ്യം കാണിക്കുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ജയിൽ. ശരിക്കും നമുക്കത് നമ്മുടെ കണ്ണിൽ നമുക്കത് ദൃശ്യം കാണാൻ പറ്റും. അവരുടെ എഴുത്തിൽ വളരെ മനോഹരമായ കെട്ടിടങ്ങൾ കൊണ്ട്, കല്ലുകൾ കൊണ്ട് പണിത ഒരു ജയിൽ. ആ ജയിലിൽ ഒരുപാട് പ്രിസണേഴ്സ് ഉണ്ട്. അതിൽ ഒരാളുടെ മുറിയിൽ മാത്രം എപ്പോഴും അസ്വസ്ഥത, ഒച്ചയിട്ട് അലറുക, കരച്ചിൽ, ആക്രമണത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തും പെട്ടെന്ന് ആൾ സൈലൻ്റ് ആവുക, പിന്നീട് ആൾ വളരെ കൂളാകുക. എന്നാൽ അവിടെയുള്ള ഒരു ഓഫീസേഴ്സിന് പോലും ഒരു വെറുപ്പോ കാര്യമോ അയാളോടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കഥയുടെ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഥയിലെ കഥാപാത്രമായ അനീഷ്, ഇന്ദു, നീനു, മാത്യു മുഖ്യ കഥാപാത്രം. ഇതിൽ കഥ തുടങ്ങുന്നത് അനീഷ് എന്ന വ്യക്തി വളരെ ഒരു അനീഷ് എന്ന വ്യക്തിയുടെ ഒരു തെറ്റ്, അറിഞ്ഞോ അറിയാതെയോ പറ്റിയ ഒരു തെറ്റിൻ്റെ പേരിൽ ആൾ ജയിലിലേക്ക് അടക്കപ്പെടുകയാണ്. 40 വർഷത്തെ ജയിൽ ശിക്ഷ. ആൾ ജയിലിലേക്ക് അടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജയിലിലേക്ക് തള്ളപ്പെടുമ്പോൾ തന്നെ ആൾക്കൊരു 35-40 വയസ്സ്, 35 to 40 ഉള്ളിൽ വയസ്സ് പറയുന്നുണ്ട് കഥയിൽ. അതിനുശേഷം 40 വർഷം ഇനിയും ആ ജയിൽ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഇനി ജീവിതത്തിൽ പുറം ലോകം കാണില്ലെന്ന്. പിന്നെ നമ്മുടെ നാട് പോലെയല്ല, അന്യദേശത്തെ ജയിൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം
അത്രത്തോളം അവർ നിയമത്തിലോ കാര്യത്തിലോ ഒരു പിഴവുണ്ടാവില്ല, അതുപോലെ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കഥ പോകുന്ന പോക്ക് ഇങ്ങനെയാണ്. ഇന്ദു നീനു എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ പോവുകയാണ്. അവരുടെ സൗഹൃദവും കോളേജിലെ തമാശകളും ഇതൊക്കെ കഥയിൽ പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം അവരുടെ ക്ലാസ്സിൽ ലേറ്റ് ആവുകയും ധൃതി പിടിച്ച് കോളേജിലേക്ക് പോകുന്ന സമയത്ത്, അന്ന് അവർക്ക് വർക്കിംഗ് ഡ്യൂട്ടിയും കൂടിയാണ്. നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, വെറും പഠിപ്പ് മാത്രമല്ല, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വാർഡിംഗ് ഡ്യൂട്ടിയും കൂടി ഉണ്ടാവും. അപ്പം ഡ്യൂട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരാളുടെ കാറ് സ്പീഡിൽ പോയി അതിലെ ചളി അവരുടെ മേത്ത് തെറിക്കുകയാണ്. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ ഒരു കുഞ്ഞ് സീനിൽ നിന്ന് തുടങ്ങുന്ന കഥ പിന്നീട് പോകുന്നത് അനീഷ് എന്ന ആ വ്യക്തിയിലേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ കോളേജിലെ ക്യാൻറ്റീനിലേക്ക് പാൽ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അനീഷ് എന്ന് പറയുന്നത് കഥയുടെ ആദ്യ അധ്യായങ്ങളിലൊക്കെ അനീഷിൻ എത്രത്തോളം പച്ചയായ പാവമായ മനുഷ്യനാണെന്ന് അത്രയും സുന്ദരമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവരെയും സഹായിക്കുന്ന, എന്ത് ജോലിയും എല്ലാവർക്കും ഒരു കൈത്താങ്ങാവുന്ന ഒരുപാട് പാവപ്പെട്ട വൃദ്ധന്മാരെ അവരുടെ ആ ഒരു വൃദ്ധാലയത്തിൽ പോയി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഹോസ്റ്റലിലാണെങ്കിലും അസുഖം പിടിച്ചവരാണെങ്കിലും അവരെയൊക്കെ സഹായിക്കുന്ന, ഇങ്ങനെ പച്ചയായ ഒരു മനുഷ്യൻ, നമ്മൾ സത്യനന്ദിക്കാട് സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു പച്ചയായ മനുഷ്യൻ. പിന്നീട് അങ്ങോട്ട് ഇന്ദുവും നീനും അവരുടെ ആ ഒരു സൗഹൃദം അനീഷിലേക്ക് എത്തുകയാണ്. ആദ്യം അടിയിൽ തുടങ്ങിയ കൂടിക്കാഴ്ച പിന്നെ സൗഹൃദത്തിലേക്ക് എത്തുമ്പോൾ ഇന്ദു അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് അനീഷിനെ. അപ്പോഴും നീനു തടയുന്നുണ്ട്. നിന്നെക്കാളും 10-13 വയസ്സ് പ്രായമുള്ളൊരു വ്യക്തി, നിന്നെക്കാളും ഒട്ടും സൗന്ദര്യമില്ലാത്ത വ്യക്തി, എന്നിട്ട് പോലും നീ ഇതെന്താലോചിച്ചാ ഇന്ദു? പക്ഷേ ഇന്ദു പറയുന്നുണ്ട്, സൗന്ദര്യവും പണവും ഒന്നുമല്ല ജീവിതത്തിൻ്റെ മാനദണ്ഡം. നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് നീ. തന്നെ കാണുന്നില്ലേ, പച്ചയായ ഒരു മനുഷ്യനാണ് അനീഷേട്ടൻ. അങ്ങനെ ആ ഒരു അനീഷിൻ്റെയും ഇന്ദുവിൻ്റെയും ജീവിതമാണ് ഈ കഥ. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾക്ക് അവസാനം അനീഷും ഇന്ദുവും തമ്മിൽ അവരുടെ സ്നേഹം പങ്കുവെക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും അനീഷിനും തോന്നിയ ആ ഒരു പ്രണയം അനീഷ് ചോദിക്കുന്നുണ്ട്, നീയും ഞാനും തമ്മിൽ ആകാശവും ഭൂമിയോളം അന്തരമുണ്ട്, എന്നിട്ടും നീ എന്തിനാണ് എന്നെ? അപ്പോൾ ഇന്ദു പറയുന്നത്, ഞാൻ കണ്ടത് അനീഷേട്ടൻ്റെ മനസ്സ് മാത്രമാണ്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുമ്പോഴാണ് അനീഷിന് വിസ വരുന്നത്. അനീഷ് പിന്നീട് കുവൈത്തിലേക്ക് പോവുകയാണ്. കുവൈത്തിലേക്ക് പോയി 2 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് ഇന്ദുവിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇന്ദുവിൻ്റെ വീട്ടുകാർക്കുള്ള ആകെ പ്രശ്നം, ഇന്ദുവിന് ലോൺ എടുത്തിട്ടാണ് ഇവർ നഴ്സിങ്ങിന് പഠിപ്പിക്കുന്നത്. ലോൺ അടിച്ചു തീർക്കാനുണ്ട്, അനിയത്തിയുടെ കല്യാണം, വീട് പുതുക്കി പണിയണം, ഇതൊക്കെ ഇന്ദുവിൻ്റെ തലയിലാണ് ഭാരം. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അനീഷ് എന്ന വ്യക്തിയെ എത്ര മനോഹരമായിട്ടാണ് ഈ കഥയിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അനീഷ് അപ്പോൾ ആ സമയത്ത് ഇന്ദുവിൻ്റെ അച്ഛന് കൊടുക്കുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഇന്ദുവിൻ്റെ ഒരു 5 പൈസ പോലും വേണ്ട, ഞാൻ കുവൈത്തിലേക്ക് അവളെയും കൊണ്ടുപോകും, അവൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഈ വീട്ടിലേക്ക് ചിലവാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു വാചകം കഥയിൽ അവസാനം വരെയും അനീഷ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കഥയും ഗതിയും മാറുന്നത് എവിടെയാണ്? അതാണ് ഈ കഥയുടെ സാരം. പിന്നീട് അങ്ങോട്ട് അവർ സന്തോഷമായി ജീവിക്കുമ്പോഴും കുവൈത്തിലെ ജോലി കിട്ടി 2 അറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുമ്പോഴും അനീഷ് അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഞ്ജുവിൻ്റെ ഒരുപാട് പഠനം, അഞ്ജു അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ചിലവുകളൊക്കെ അനീഷ് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് അഞ്ജുവിൻ്റെ അനിയത്തിയുടെ കല്യാണം, വീട് പണി പുതുക്കുന്നത്, ഒക്കെ അനീഷിൻ്റെ ശമ്പളം കൂടി കൂട്ടിയിട്ടാണ് അനീഷ് ഇന്ദുവിൻ്റെ വീട്ടിലേക്ക് ചിലവാക്കുന്നത്. പക്ഷേ ആ നന്ദിയും കടപ്പാടും ഇന്ദുവിൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നോ? അറിയാൻ നിങ്ങൾ ഈ പുസ്തകം തന്നെ വായിക്കണം. ഇന്ദു അത്രത്തോളം സ്നേഹത്തോടെയും കൂടെ നിൽക്കുമെന്ന് കരുതിയ ഇന്ദു പിന്നീട് എപ്പോഴാണ് അവളുടെ ഗതി മാറുന്നത്? എപ്പോഴാണ് അവളുടെ സംസാരത്തിൻ്റെ സ്വരം മാറുന്നത്? ആ സ്വരം മാറുന്നത്, ആ ടോണ് മാറുന്നത് അനീഷിനെ പിടിച്ചു കുലുക്കുന്നത് കുറച്ചൊന്നുമല്ല. പിന്നീട് നീനു, ഇന്ദുവിൻ്റെ അത്രയും ആത്മസുഹൃത്തായ നീനു ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് 4 പേർക്കും, എന്ന് പറഞ്ഞാൽ നീനുവിനും ഭർത്താവിനും ഇന്ദുവിനും ഭർത്താവിനും, നമുക്ക് 4 പേർക്കും ഇംഗ്ലണ്ടിലേക്ക് മാറിയാലോ? അവരൊരു കോഴ്സ് ചെയ്ത് ആ കോഴ്സ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലണ്ടിൽ നേഴ്സായിട്ട് ജോലി കിട്ടും. അപ്പോൾ ഹസ്ബൻഡിനെയും വിസയിൽ കൊണ്ടുപോകാം. ഇതായിരുന്നു അവരുടെ തീരുമാനം. ദിനം രാത്രി കഷ്ടപ്പെട്ട് ഇന്ദു പഠിച്ച് ആ എക്സാം അവൾ പാസ്സായി. പക്ഷേ നീനുവിന് പാസ്സാവാൻ പറ്റിയില്ല. പിന്നീട് ഇന്ദു ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറുകയാണ്. അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത്. വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിച്ചാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ കഥ പോകുന്ന ഒരു രീതി നമ്മൾ അതിശയിച്ചു പോകും. കാരണം കഥയുടെ ഒരു
15-ാമത്തെ അധ്യായം വരെ ഇന്ദു എന്ന മനുഷ്യനെ നമ്മൾ അത്രയും സ്നേഹിച്ചു പോകും. ഇങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിച്ചു പോകും. ശരിക്കും ഇത് വായിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെ ആവണം എന്നുള്ളത്. പക്ഷേ 15-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ നടക്കുന്നൊരു സംഭവം പറയുന്നുണ്ട് ഈ കഥയിൽ. നിങ്ങൾ ഇത്ര കാലം എന്തുണ്ടായി, നിങ്ങളുടെ ജോലി എന്നെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം, ഞാൻ നിങ്ങളെ എന്തിനാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ അനീഷ് തകർന്നിരിക്കുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് കഥയിൽ. എനിക്കറിയില്ല, ഇത് കഥയാണെന്ന് പറയുമ്പോഴും മനസ്സങ്ങനെ കൊത്തി വലിക്കുന്നത് പോലെ തോന്നും. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വാചകം ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെയല്ല, നിങ്ങളത് ബുക്കിൽ വായിച്ച് തന്നെ അറിയണം. പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ദിവസങ്ങൾ അവർ തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും പക്ഷേ അതിൻ്റെ ആ ഒരു സ്വരച്ചേർച്ചയിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസങ്ങളും അനീഷ് പല ജോലികളും ചെയ്യുന്നു. റെസ്റ്റോറൻറ്റിൽ പോകുന്നു, കള്ള ടാക്സി ഓട്ടിക്കുന്നു, അതേപോലെ പിസ്സ ഷോപ്പിൽ ഡെലിവറിക്ക് പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും രാവിലെ 5:30 മണിക്ക് എണീറ്റ് ഭക്ഷണങ്ങളും വീട് വൃത്തിയാക്കലും കുഞ്ഞുങ്ങളെ നോക്കലും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കലും ഒക്കെ അനീഷ് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും ഇന്ദുവിൽ പിന്നീട് വരുന്ന ഒരു ഭാവമാറ്റം, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്കിതൊന്നും ആലോചിക്കണ്ടല്ലോ, ഞാനിവിടെ കഷ്ടപ്പെടാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ ആ സ്വരമാറ്റമാണ് അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, അതിനൊരു ചുക്കാൻ പിടിക്കുന്നത് പോലെ രാജീവ് എന്ന് പറയുന്ന ഒരു നേഴ്സ് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ചേരുന്നു. രാജീവ് യാദൃശ്ചികമായിട്ടാണ് വരുന്നതും കാര്യങ്ങൾ ഇന്ദുവിനോട് സംസാരിക്കുന്നതും. ഒരു ദിവസം അവന് വേണ്ടുന്ന ഒരു ഓഫ് ഇന്ദുവിനോട് എടുക്കാൻ പറയുന്നതും. എന്നാൽ അത് അനീഷ് തെറ്റിദ്ധരിക്കുന്നു. കാരണം ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞ ഒരു ദിവസം അതേ ദിവസം പറഞ്ഞു വെക്കുന്നതിന് മുമ്പേ 10 മിനിറ്റ് മുമ്പേ രാജീവിൻ്റെ ഫോണ് വരികയും ഇന്ദു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആരായാലും തെറ്റിദ്ധരിച്ചു പോകും. പിന്നീട് തോമാച്ചായനും അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് അനീഷിനവിടെ. അവരൊക്കെ ചേർന്ന് പറയുന്നുണ്ട്, ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമകളാവണം. ആ ഒരു രംഗമൊക്കെ പറയുമ്പോൾ ശരിക്കും വിദേശത്ത് ഭാര്യയുടെ വിസയിൽ വന്ന് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ നിസ്സഹായ അവസ്ഥ ഈ ഒരു കഥയിൽ വളരെ ഭംഗിയായി തന്നെ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കഥ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോയതും ആരും സപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതും. കാരണം ഒരിക്കലും ആരും അംഗീകരിക്കില്ലല്ലോ. ഈ പറയുന്ന സ്ത്രീ സമൂഹം ആണെങ്കിൽ പോലും തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സന്ധ്യയിലുണ്ടായ ഒരു കൂടിക്കാഴ്ച, രാജീവും ഇന്ദുവും തമ്മിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്നൊരു കൂടിക്കാഴ്ച, അത് ദൂരെ ഫ്ലാറ്റിൽ നിന്ന് അനീഷ് കാണുന്നു. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വാക്ക് തർക്കമാണോ എന്താണെന്നറിയില്ല. പിന്നീട് അനീഷ് ആ ക്രൂരത ചെയ്യാൻ വേണ്ടി മുതലെടുക്കുകയാണ്. അനീഷ് മനസ്സറിയാതെയാണ് ആ ക്രൂരത ചെയ്യുന്നത്. പിന്നീട് ലോകം കേൾക്കുന്ന വാർത്ത, തൻ്റെ ഭാര്യയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും വെട്ടി നുറുക്കി രക്തത്തിൽ കുതിർന്നു കിടക്കുന്നതാണ്. അങ്ങനെ അനീഷ് ജയിലിലേക്ക് തള്ളപ്പെടുന്നു. ആ കൊല അനീഷ് തന്നെയാണോ ചെയ്തത്, അവൻ മനസ്സറിഞ്ഞ് തന്നെയാണോ ചെയ്തത്, അതറിയാൻ മനസ്സറിയാതെ വായിക്കുക. ശരിക്കും മനസ്സ് ഒരു പ്രഹേളികയാണ്. ഇതിൽ പറയുന്നത് പോലെ തന്നെ പിടികിട്ടാത്ത ഒരു പ്രഹേളികയാണ് മനസ്സ്. ഏത് സമയം എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാനാവില്ല. നമുക്ക് വരുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു പക്ഷേ അനീഷിൻ്റെയും ഇന്ദുവിൻ്റെയും ജീവിതത്തിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ആണ് എന്ന് എനിക്ക് ഈ പുസ്തകം വായിച്ചിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഒന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒന്നിരുന്ന് സോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഇന്ദുവിന് ആ പഴയതുപോലെ അനീഷിനെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പൈസയുടെയും ജോലിഭാരവും ഇന്ദുവിനുമുണ്ട്. ഇന്ദുവിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള ചീത്ത, ഹോസ്പിറ്റലിലെ വർക്കുകൾ, ഓവർ ടൈം ജോലി, ഇതൊക്കെ ഇന്ദുവിനെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്ന് പറഞ്ഞ് ഒരു ദിവസം ഓഫ് എടുത്ത് പറഞ്ഞ് സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഇന്ദുവും ആ കുഞ്ഞുങ്ങളും ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ഈ ബുക്ക് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ ബുക്ക് പൂട്ടി വെച്ച് ഞാൻ ഇരുന്ന് കരഞ്ഞു. ശരിക്കും 15 മിനിറ്റ്സ് ഞാൻ ഇരുന്ന് കരഞ്ഞു. ശരിക്കും ഞാൻ ബുക്ക് വായിക്കുന്നത് മനസ്സിനൊരു സമാധാനം കിട്ടാനാണ്. പക്ഷേ ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കിൽ അനീഷിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടും ഇന്ദുവിൻ്റെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആലോചിച്ചിട്ടുമാണ്. ഇത് നിങ്ങൾ അറിയണമെങ്കിൽ ഈ ബുക്ക് വായിച്ച് തന്നെ അറിയണം. നമ്മൾ കഥ കേൾക്കുന്നത് പോലെയല്ല, വായിക്കുമ്പോൾ നമ്മളാണ് അതിലെ ഭാവന, നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും, നമുക്ക് ആ ഒരു ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കണ്ണും പൂട്ടി സജസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സംഭവം, ഒരു പൂട്ടിയിട്ട മുറിക്കുള്ളിൽ, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കടന്നുകൂടുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് മനസ്സറിയാതെ എന്ന ബുക്ക്
ഇത് വായനപുര ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് നാട്ടിൽ ഓർഡർ ചെയ്താൽ കിട്ടുമെന്നാണ് എഴുത്തുകാരി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആളുടെ നമ്പർ, ഓർഡർ ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോൻ്റെ താഴെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഈ ബുക്ക് വാങ്ങി വായിക്കണം. ഇനി sreela.in എന്ന വെബ്സൈറ്റിൽ കയറിയാലും ഈ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരും ഈ ബുക്ക് വായിക്കണം. എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ബുക്ക് വായിക്കണം. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, റസീന.